നമസ്കാരം സുഹൃത്തുക്കളെ. 1995 ജനുവരി 8-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അദ്ദേഹത്തിന് 54 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഏകദേശം 31 വർഷമായി അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മരണമാണ് എനിക്കത്. ഒരിക്കലും എനിക്കതൊന്നും അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ. കാരണം ഇപ്പോഴും 31 വർഷം, ഇപ്പോഴും 31 ദിവസം പോലും 31 മണിക്കൂറിനപ്പുറം നടന്നൊരു സംഭവമായിട്ടാണ് എനിക്കിപ്പോഴും അത് തോന്നാറ്. ജീവിതത്തിൽ ഇനിയും ഇതിൽ പരം ഒരു നഷ്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം ഞാൻ അത്രമേൽ സ്നേഹിച്ച ഒരു വ്യക്തി ഈ ഭൂമിയിൽ വേറെ ഇല്ല. അത്രമേൽ, അതായത് ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് അങ്ങനെയായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ബോബനും മോളിയും കാർട്ടൂണില്ലേ, അതിനകത്ത് ഒരു ചെറിയ പട്ടിക്കുട്ടി കാണും. അവരെവിടെ പോയാലും അവരിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ഇങ്ങനെ താഴോട്ട് എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ചെറിയ പട്ടിക്കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായിരുന്നു ഞാൻ. ചാച്ച എവിടെ പോയാലും എന്ത് ചെയ്താലും അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ പറമ്പ് കളിക്കാൻ പോകാനാണെങ്കിൽ ഞാനും കാണും. അവിടെ തെങ്ങിന് വെള്ളം ഒഴിക്കാൻ പോകാനാണെങ്കിൽ അവിടെ ഞാൻ കാണും. അപ്പുറത്ത് പറമ്പൊക്കെ നോക്കാൻ പോകാനാണെങ്കിൽ അവിടെ ഞാൻ കാണും. അത്രയ്ക്കൊരു അറ്റാച്ച്മെൻറ്റ് ഞാനും ചാച്ചയും തമ്മിലുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അടിക്കാത്ത ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം. അടികൊള്ളാത്ത, ചാച്ചയുടെ അടികൊള്ളാത്ത ഒരാൾ ഞാൻ മാത്രമാണ്. ചേച്ചിയും കുട്ടനും ഒക്കെ അടികൊണ്ടിരുന്നു, പക്ഷേ എന്നെ അടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കൊരു അറ്റാച്ച്മെൻറ്റുമായിരുന്നു. എൻ്റെ അമ്മ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നെക്കാട്ടിൽ ഇഷ്ടം അമ്പിയായിരുന്നു എന്നിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു എന്തോ ഒരു അടുപ്പം. പക്ഷേ ഒരിക്കൽ പോലും ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിയുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കാലത്ത് പുള്ളി ഈ റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഒരു ഷർട്ട് പുതിയതെടുക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഷർട്ട് എടുത്ത് കൊടുക്കണം ചാച്ചയ്ക്ക്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിനൊന്നും നിൽക്കാതെ അദ്ദേഹം അത്രയും പെട്ടെന്ന് അങ്ങ് പോയി. അപ്പോൾ ജീവിതത്തിലെ ചില നഷ്ടങ്ങളെന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതും താങ്ങാൻ പറ്റാത്തതും ഒക്കെയുണ്ട്. അതിൽ ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു നഷ്ടമാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മരണമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ മീനാക്ഷി പറയുന്ന ഒരു ഇതുണ്ടല്ലോ, എൻ്റെ അച്ഛനോട് എന്ത് ചോദിച്ചാലും എൻ്റെ അച്ഛനറിയാം, എൻ്റെ അച്ഛൻ എനിക്കത് പറഞ്ഞു തരുമെന്ന്. അതുപോലൊരു അച്ഛനായിരുന്നു എൻ്റെ അച്ഛനും. ഇപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹം അത് പഠിച്ച് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു രീതി. അതായത് എന്തും വീണ്ടും വീണ്ടും അറിയാനുള്ള, ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അറിയാൻ ഇങ്ങനെ എപ്പോഴും വായിച്ചും എടുത്തും പത്രങ്ങൾ വായിച്ചും ഒക്കെ അറിയാനായിട്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ആദ്യം TV കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതിൽ. പക്ഷേ അതിലൊക്കെ എനിക്ക് മഹത്തരമായിട്ട് തോന്നിയത്, ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ടേ ഓരോരുത്തർക്കും, അതായത് അവിടെ ഇവിടെയൊക്കെ വസ്തു കിടക്കുന്ന ഓരോരുത്തർക്കും എവിടെയൊക്കെയാണോ പുള്ളി തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങളോട് ചെറുപ്പം തൊട്ടേ പറഞ്ഞിരുന്നു. അതായത് എനിക്കിപ്പം കിട്ടിയിരിക്കുന്ന എൻ്റെ വീതം, അവിടെ ആ പറമ്പിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ചാച്ച എന്നെ കൊണ്ടുപോകും. എൻ്റെ അതിലുൾപ്പെടെ കാണിച്ചു തരും, ഇത് നിൻ്റെ പറമ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പുള്ളി അത്ര പ്ലാൻഡ് ആയിരുന്നു. അത് ചെറുപ്പത്തിലാണെന്ന് ഓർക്കണം. അത്ര ചെറുപ്പത്തിലെ എനിക്കത് ഇത് നിൻ്റേതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. ഓരോരുത്തരുടെ അതുപോലെ പറഞ്ഞ് മരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന് മരണശേഷം ഇതൊന്നും പാർട്ടിഷൻ ചെയ്യുമ്പോഴും ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ അച്ഛനെന്ന് പറയുന്നത്. ഞങ്ങൾ ചാച്ച എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ചാച്ച എന്ന് പറയുന്നത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇന്നലത്തെ പോലെ ഓർമ്മ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിച്ച് കൊതി തീരാതെ പോയൊരു ആളാണ് എനിക്ക് എൻ്റെ അച്ഛൻ. മിക്ക പെൺകുട്ടികൾക്കും അങ്ങനെയൊക്കെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അച്ഛന്മാരോടാണ്. കാരണം അമ്മമാരോട് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ് സോപ്പിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നത്, അല്ലേ? പക്ഷേ അത്ര പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഷർട്ട് എടുത്ത് കൊടുക്കണം, അതിടുന്ന കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും ഇനി ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു കഥ. അപ്പോൾ ഇത് എൻ്റെ കഥ കേട്ടിട്ട് നിങ്ങളിത് ലൈക്ക് ചെയ്യണമെന്നോ ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഞാൻ എല്ലാ വർഷവും ഈ ദിവസം മിക്കവാറും ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കത് ആ വിഷമം ഞാൻ കുറച്ച് കരഞ്ഞു തീർക്കാറൊക്കെ ഉണ്ട്. ഇന്നിപ്പം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ഈ അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ
ഞാനീ പറഞ്ഞതുപോലുള്ളൊരു ഇൻറ്റിമസി അല്ലെങ്കിൽ അതുപോലൊരു അടുപ്പം ഉള്ള അച്ഛൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അത് കേൾക്കുമ്പം അല്ല എന്നെപ്പോലെ മക്കൾ വേറെയും ഉണ്ടല്ലോ എന്നെനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ.